മാത്രമല്ല അവളുടെ കഴുത്തിലെ എല്ലുകൾ ഒടിഞ്ഞിരുന്നതും തലയിലേറ്റ ആഴത്തിലുള്ള മുറിവുകൾ അത് ക്രൂരമായ ഒരു കൊലപാതകമാണെന്ന് അടിവരയിട്ടുറപ്പിച്ചു. പിന്നീട് ഇൻഡോർ പോലീസിൻ്റെ ഊർജിതമായ അന്വേഷണമായിരുന്നു. ഫ്ളാറ്റിൻ്റെ പരിസരത്തുള്ള 100-ലധികം CCTV ക്യാമറകൾ അവർ അരിച്ചുപെറുക്കി. അതിൽ മയങ്ക് ധൃതിയിൽ ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് അവർ കണ്ടെത്തി. പലക്കിൻ്റെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ മയങ്കിൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തതും കൊലപാതകം നടന്ന ദിവസം ഇൻഡോറിലെ താപേശ്വരി ബാഗിൽ ആ നമ്പറിൻ്റെ ടവർ ലൊക്കേഷൻ കാണിച്ചതും പോലീസിന് നിർണായക തെളിവായി. പ്രത്യേക പോലീസ് സംഘം ദതിയയിലെത്തി മയങ്കിനെ വളഞ്ഞിട്ട് പിടികൂടി. ചോദ്യം ചെയ്യലിൽ ഈഗോ മുറിവേറ്റതിനാലാണ് താൻ ഈ കൊടും ക്രൂരത ചെയ്തതെന്ന് അവൻ പോലീസിനോട് ഏറ്റുപറഞ്ഞു. ഇപ്പോൾ ജയിലുകൾക്കുള്ളിൽ തൻ്റെ കുറ്റപത്രവും കാത്ത് മയങ്ക് കിടക്കുമ്പോൾ ടിമർണിയിലെ ആ കൊച്ചു വീട്ടിൽ മാതാപിതാക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മങ്ങാത്ത ഓർമ്മകൾക്ക് മുന്നിൽ വിതുമ്പുകയാണ്. ആരുടെ മുന്നിലും തോൽക്കാതെ ഉയരങ്ങളിലേക്ക് കുതിച്ച പലക്കിൻ്റെ സ്വപ്നങ്ങൾ ഒരന്തമായ പ്രണയത്തിൻ്റെ പേരിൽ ഒരു പിടി വെണ്ണീറായി അടുക്കളത്തളത്തിൽ എരിഞ്ഞടങ്ങിയിരുന്നു.